ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം രണ്ട് കപ്പിൾസ് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുന്നത് ധീരമായൊരു തീരുമാനമാണ്, അഭിനന്ദനാർഹമാണ്. അപ്പം പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ എന്തുകൊണ്ടോ ഡിവോഴ്സ് അല്ലെങ്കിൽ ഡിവോഴ്സി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് സൈഡാണ് അതിന് കൊടുക്കുന്നത്. ഡിവോഴ്സിന് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ ഇതൊരു പോസിറ്റീവ് വാക്കാണ്. അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പം രക്ഷിതാക്കൾക്കിടയിലാണെങ്കിലും കുടുംബക്കാർക്കിടയിലാണെങ്കിലും അല്ലാതെ നമ്മളൊരു എന്താ പറയുക, അല്ലാത്തൊരു സൊസൈറ്റിയിലേക്ക് ഒരു ഡിവോഴ്സി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സാധനം ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നത്? പൊതുവിൽ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതത്തിനും അല്ലെങ്കിൽ കുടുംബം ഭാര്യ ഭർത്ത ബന്ധത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെന്തോ ഡിവൈനായിട്ടും അതാണ് ഒരു ജീവിതം എന്ന് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവർക്ക് മനസ്സിലാവാത്തത് യോജിക്കാത്ത ഒരു റോങ് പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കുക അതിനേക്കാളും വലിയ നരകവും ഇല്ല, അതിനേക്കാളും ഒരു എന്താ പറയുക ദുരന്തവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു കുടുംബജീവിതം ഇങ്ങനത്തെ ഒരു ജീവിതം, ഡിവോഴ്സ് അല്ല ദുരന്തം. ദുരന്തം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനോട് ജീവിച്ച് തീർക്കണതിന്. പിന്നെ എപ്പോഴും വിചാരിക്കുക ഡിവോഴ്സ് ഈസ് ബെറ്റർ ദാൻ സൂയിസൈഡ്. എപ്പോഴും ഞാൻ പറയുന്ന ഒരേ ഒരു വാക്കാണ്, ഡിവോഴ്സ് ഈസ് ബെറ്റർ ദാൻ സൂയിസൈഡ് എന്ന് പറയുന്നത്. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഞാനും അതുല്യ അടങ്ങുന്ന സമൂഹം നമ്മൾ രണ്ടുപേരും ഡിവോഴ്സിനെ പോസിറ്റീവായിട്ട് കാണുന്നില്ല, അതേപോലെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ എല്ലാത്തിനും നെഗറ്റീവ് കാണിക്കുന്ന ഒരു സമൂഹവും ഉണ്ട്. ഇപ്പോൾ എനിക്ക് 22 വയസ്സുള്ളൊരു മോളുണ്ട്. അപ്പോൾ മോള് വന്നിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഞാൻ കൈനീട്ടി ചേരും. കാരണം ജീവിച്ചത് അവളാണ്, അനുഭവിച്ചത് അവളാണ്. അതിൻ്റെ അകത്ത് എൻ്റെ അടുത്ത് വരുന്ന കക്ഷികളാണെങ്കിലും ഞാൻ ജഡ്ജ്മെൻറ്റിലായിട്ട് എന്ത് ചോദിച്ചൂടെ, പൊയ്ക്കൂടെ, വന്നൂടെ എന്നൊന്നും ഞാൻ പറയാറില്ല. സ്ട്രോങ് ആയ ഡിസിഷനാണോ ദെൻ ഡെഫിനറ്റ്ലി ഞാൻ അവരുടെ കൂടെ നിൽക്കും. ഇപ്പോൾ പിരിയാൻ പറ്റില്ല എന്നുള്ള മനസ്സിലായ ഒരു സ്റ്റേജിൽ ഇപ്പം നമ്മുടെ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് അങ്ങേ അറ്റം എക്സ്ട്രീം പോയിട്ടായിരിക്കും ഒരു ഡിവോഴ്സിനെ കുറിച്ച് ദമ്പതികൾ ചിന്തിക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ കോടതിയിലേക്ക് വരുമ്പം ഈ 1 വർഷത്തെ സമയം പിന്നെയും കൊടുക്കുക, മ്യൂച്വൽ അല്ലെങ്കിൽ ഇപ്പം സ്ത്രീയാണ് പീഡനം അനുഭവിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും 1 വർഷത്തെ ഒരു ഡ്യൂറേഷൻ ഇവർക്ക് കൊടുക്കുക, അതിൻ്റെയൊക്കെ ശരിക്കും ആവശ്യമുണ്ടോ? മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ടിൽ 1 വർഷം വേണ്ട സെപ്പറേഷൻ. ഇപ്പോഴത്തെ എല്ലാ നിയമങ്ങളും എന്ന് പറഞ്ഞാൽ റിലീജിയസ് ബേസ്ഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിയമങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ക്രിസ്ത്യാനിക്കുള്ള നിയമമല്ല ഹിന്ദുസിനുള്ളത്, ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും ഉള്ളതല്ല മുസ്ലിങ്ങളിലുള്ളത്. അതിൻ്റെ ഡിഫറൻസുകളുണ്ട്. പിന്നെ പീഡനം അനുഭവിച്ചു അല്ലെങ്കിൽ അതിനകത്തുള്ള ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടൻറ്റ് നോക്കിയിട്ടല്ല പ്രൊസീജിയർ ചെയ്യുന്നത്. പ്രൊസീജിയർ ബേസിട്ട് വരികയാണെങ്കിൽ ഒരു OP നമ്പർ ഇടുക, എതിർഭാഗത്തിന് നോട്ടീസ് അയക്കുക. ഞാൻ പറഞ്ഞ മ്യൂച്വൽ അല്ല കേട്ടോ, മറ്റേ കണ്ടസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ അതിനാണല്ലോ സമയം എടുക്കും. മ്യൂച്വൽ ആണെങ്കിൽ സ്പീഡായിട്ട് മാക്സിമം 6 മാസത്തിനുള്ളിൽ തീരും. മറ്റേ കഴിയുമ്പോൾ എതിർഭാഗത്തിന് നോട്ടീസ് അയക്കുക, അവരെയും കൂടെ വന്നിട്ട് എന്തെങ്കിലും റീയൂണിയൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക, പിന്നെ ഒരു മീഡിയേഷൻ സംസാരിക്കുക, എന്നിട്ടേ ട്രയലിലേക്ക് പോയിട്ട് വിധി വരുള്ളൂ. പിന്നെ ഇന്നത്തെ കോടതികൾ ഇത്രയും കൂടിയെങ്കിലും അത്രയും ഫയലുകളുടെ എണ്ണം കൂടിയത് കാരണം നിയമപരമായിട്ട് നീതിയുക്തമായിട്ട് ഒരു തീരുമാനം എടുക്കണ്ടേ കോടതിക്ക്. കോടതി എടുക്കുന്ന തീരുമാനം നീതിയുക്തമായിരിക്കണമല്ലോ. അത് കാരണമാണ് ഈ സമയം എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ഗ്രാവിറ്റി നോക്കിയിട്ട് പീഡനം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചാടിക്കയറി ഡിവോഴ്സ് ഇല്ല. പക്ഷേ പ്രൊട്ടക്ഷൻ അനുവദിക്കും, സേഫ്റ്റി എന്ന് വെച്ചാൽ ഒരു തരത്തിൽ വരെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ സെക്ഷലി ഒന്ന് ഹരാസ് ചെയ്ത് ജോലി സ്ഥലത്ത് ഉപദ്രവിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ട് ഇവരെ സേഫ് ആക്കാൻ പറ്റും. മാം ഇപ്പോൾ പറഞ്ഞല്ലോ ഡിവോഴ്സ് ഫയൽ കേസുകൾ കൂടി എന്നുള്ളത്, അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് കൂടുതലും ഹർജിക്കാരി എന്ന് പറയില്ലേ, പെറ്റീഷണേഴ്സ് പെൺകുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നില്ല എന്നല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പെൺകുട്ടികൾക്ക് വന്ന മാറ്റം, നമ്മൾ ആരുടെയും കീഴിലല്ല, അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഡീലല്ല, അല്ലെങ്കിൽ സംതിങ് എൽസ് ആണ്, അല്ലെങ്കിൽ എനിക്ക് തലവർത്തി ജീവിക്കണം, എനിക്ക് വേണ്ടത് ഒരു എനിക്കൊരു പ്രൊട്ടക്ഷൻ തരുന്ന പ്രൊട്ടക്ഷൻ ഒന്നും പിള്ളേർക്ക് ആവശ്യമില്ല. എങ്കിൽ പോലും എനിക്കൊരു കമ്പാനിയനെ വേണം, അല്ലാതെ എനിക്ക് യജമാനനല്ല വേണ്ടത് എന്നുള്ളൊരു തീരുമാനം, ഒരു എന്താ പറയുക, ഒരു ചിന്ത പെൺകുട്ടികൾക്ക് വന്ന് തുടങ്ങിയപ്പോൾ ഈ കൺട്രോളിങ്ങും മെയിൽ ഷോവനിസം കാണിക്കുന്ന പുരുഷന്മാരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വേണ്ടത് അവർക്ക് തുണയാണ്. ആരോ പറഞ്ഞില്ല, ഇണയായി തുണയായി കീഴ്പ്പെട്ട് ജീവിക്കണം. ഇണയും തുണയാവാം, കീഴ്പ്പെടാൻ വയ്യാന്നുണ്ട്. കീഴ്പ്പെടലാണ് എപ്പോഴും അധികാരം വരുന്നത്.